السلام عليكم ورحمة الله وبركاته. إحباط تهريب 617 كيلوغرام من الحشيش بنجران وجازان. إلى التفاصيل. أحبط رجال حرس الحدود بمنطقتي جازان والنجران خلال الفترة من 6 و8 1439 هجري وحتى 18 و8 1439 هجري عدة محاولات لتهريب ما مجموعه 617 كيلوغراما و55 جراما من مادة الحشيش المخدر، والقبض على المتورطين فيها وعددهم 7 أشخاص بينهم 6 إثيوبيون وشخص إريتري الجنسية، وذلك بعد رصد تجاوزهم الحدود الجنوبية حيث أهيل المتهمون والمواد المخدرة التي تم ضبطها بإكمال الإجراءات النظامية. وأكد المتحدث الرسمي لحرس الحدود أن رجال حرس الحدود لن يتهاونوا في تنفيذ مهامهم. السلام عليكم ورحمة الله. നമ്മൾ ഇന്നത്തെ വാർത്ത ഒരു ചെറിയ വാർത്തയാണ്. إحباط تهريب 617 كيلوغرام من الحشيش بنجران وجازان. പറയുന്നത് ഇഹ്ബാത്ത് തഹ്രീബ്. ഇഹ്ബാത്ത് എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തുക, ഡിഫീറ്റ് ചെയ്യുക. ഇഹ്ബാത്ത് തഹ്രീബ് 600 കിലോഗ്രാം 617 കിലോ തഹ്രീബ് സ്മഗ്ലിംഗ് കള്ളക്കടത്ത് മിനൽ ഹഷീഷ്. ഹാഷിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാഷിഷ് എന്ന് പറയുന്നില്ലേ, കഞ്ചാവ് പോലത്തെ ഡ്രഗ്സ്, അത് ഹാഷിഷ് എന്ന് പറയുന്ന. പിന്നെ നജ്റാൻ വജാസാൻ, നജ്റാനിലും ജാസാനിലുമായി 617 കിലോഗ്രാം കള്ളക്കടത്ത്, അത് പരാജയപ്പെടുത്തിയെന്ന്. നമ്മൾ ഹെഡിങ് ഒക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഏകദേശം 90% ഹെഡിങ് പറയുമ്പോൾ അതൊരു മസ്ദറുണ്ട്. പരാജയപ്പെടുത്തി എന്ന് പറയുന്ന പകരം ഇഹ്ബാത്ത് എന്ന് ഹെഡിങ്ങുകൾ, എന്നിട്ട് അതിന്റെ തഫാസീലിൽ കൃത്യമായിട്ടുണ്ടാകും. നമ്മൾ പറഞ്ഞ ഏകദേശം ഹെഡിങ്ങുകളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. മസ്ദർ കൊണ്ടാണ് തുടങ്ങല്. പരാജയപ്പെടുത്തൽ ഉണ്ടായി എന്ന് നമുക്ക് സങ്കല്പിക്കാം. പരാജയപ്പെടുത്തൽ. പിന്നെ അതിന്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോ അഹബത്ത റിജാലു ഹർസൽ ഹുദൂദ് ബിമന്തഖത്തൈ ജാസാൻ വ നജ്റാൻ. ജാസാൻ നജ്റാൻ 2 പ്രവിശ്യയിൽ ഉള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബോർഡർ അതിർത്തി സേവകർ, അതിർത്തി കാക്കുന്നവര്, അവർ പരാജയപ്പെടുത്തി. റിജാലു ഹർസൽ ഹുദൂദ് എന്ന് പറഞ്ഞാൽ ബോർഡർ സെക്യൂരിറ്റി, ബോർഡർ ഗാർഡുകള്, സെക്യൂരിറ്റി ഗാർഡുകൾ, അവര് പരാജയപ്പെടുത്തി ഖിലാലൽ ഫത്ര മിൻ 6/8/1439 6/8/1439 മുതൽ 18/8/1439 വരെയുള്ള കാലയളവിൽ, ഖിലാലൽ ഫത്ര ആ കാലയളവിൽ ഇദ്ദത്ത മുഹവല ലി തഹ്രീബ് കള്ളക്കടത്ത് നടത്താനുള്ള, സ്മഗ്ലിംഗ് ചെയ്യാനുള്ള, ലി തഹ്രീബ് മാ ഒരു കള്ളക്കടത്ത് നടത്താനുള്ള, മജ്മൂഹു അതിന്റെ ടോട്ടൽ എത്ര, 617 കിലോഗ്രാമൻ 617 കിലോ വ55 ഗ്രാമൻ 55 ഗ്രാം. അപ്പോ 617 കിലോ 55 ഗ്രാം ഉള്ള കള്ളക്കടത്ത്, അത് മിൻ മാദത്തിൽ ഹശീഷിൽ മുഖദ്ദർ ഡ്രഗ്സ്, ഹാഷിസ് ഡ്രഗ്സ്. ഈ ഡ്രഗ്സ് 617 കിലോ 55 ഗ്രാമുള്ള ഡ്രഗ്സ് കള്ളക്കടത്ത് നടത്താനുള്ള ശ്രമങ്ങൾ, ഒരുപാട് ശ്രമങ്ങൾ, പല ശ്രമങ്ങളും പിന്നെ ഈ കാലയളവിൽ പരാജയപ്പെടുത്തി എന്നർത്ഥം. പിന്നെ വൽ ഖബ്ദു അലൽ മുതവരിതീൻ ഫീഹ, അതുപോലെ തന്നെ വൽ ഖബ്ദു അല, അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു, അവരെ പിടിച്ചു അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തു. ഖബള അല എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തു എന്നർത്ഥം. അതുമുണ്ടായി. മുതവരിതീങ്ങൾ, മുതവരിത്ത് പറഞ്ഞാൽ അതിൽ ഉൾപ്പെട്ടവര്, അതിൽ അക്യൂസ്ഡ് ആയവര്, അതിൽ ഉൾപ്പെട്ടവര് എന്നുള്ള അർത്ഥം. ഒരു കുറ്റത്തിൽ ഉൾപ്പെടുന്നതിനാണ് തവർറത്ത എന്ന് പറയല്. ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് ഉൾപ്പെടുന്നതിന് തവർറത്ത എന്ന് പറയില്ല. ഒരു കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നതിന്, അതിൽ പെടുന്നതിന് തവർറത്ത എന്ന് പറയും. അപ്പോൾ മുതവരിത്തീൻ എന്ന് പറഞ്ഞാൽ ഈ കുറ്റം ചെയ്തവർ, ഈ കുറ്റത്തിൽ ഉൾപ്പെട്ടവര്, അവരെ അറസ്റ്റ് ചെയ്തു. ഫീഹ, ഈ കുറ്റത്തിൽ, ഈ സ്മഗ്ലിംഗ് കുറ്റത്തിൽ, തഹ്രീബിൽ. വാദദഹും, അവര് 6 അഷ്ഖാസ് 7 ആളുകളാണ്. വാദദഹും 6 അഷ്ഖാസ്, അവർ 7 ആളുകളുണ്ട്. ബൈനഹും, അവരിൽ 6 എത്യോപ്പിയൂൻ 6 അഷ്ഖാസ്, അവര് 7 ആളുകളുണ്ട്. ബൈനഹും 6 എത്യോപ്പിയൂൻ, അവര് 6 എത്യോപ്യക്കാരാണ്. വശഖ്സുൻ ഇരിത്രിൽ ജിൻസിയ, ഒരാള് എറിട്രേറിയൻ നാഷണാലിറ്റി ഉള്ള ആളാണ്. മൊത്തം 7 ആളുകൾ. അതിൽ
6 എത്യോപ്യക്കാരും 1 എറിട്രിയൻ നാഷണാലിറ്റിയും. വദാലിക ഈ പരാജയപ്പെടുത്തൽ എങ്ങനെ ഉണ്ടായത്? വദാലിക ബഅദ റസ്ദി തജാവുസിഹിം അൽ ഹുദൂദ് അൽ ജുനൂബിയ, സൗത്ത് ബോർഡർ ബോർഡർ കടക്കുന്നത് മോണിറ്റർ ചെയ്തതിന് ശേഷമാണ്. ഇവര് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു അവർ ബോർഡർ കടക്കുന്നത്. ഇങ്ങനെ ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അവര് ബഅദ റസ്ദി തജാവുസിഹിം അവര് വിട്ടുകടക്കുന്നത്, ബോർഡർ കടക്കുന്നത്, അൽ ഹുദൂദ് അൽ ജനൂബിയ സൗത്ത് ബോർഡർ കടക്കുന്നത് മോണിറ്റർ ചെയ്തതിന് ശേഷമാണ് ഈ പരാജയപ്പെടുത്തൽ അല്ലെങ്കിൽ ഇവരെ ഈ ഇഹ്ബാത്ത് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യലുണ്ടായിട്ടുള്ളത്. حيث أحيل المتهمون والمواد المخدرة التي تم ضبطها بحوزتهم إلى الجهات المختصة. അങ്ങനെ ഹൈസു ഉഹീലൽ മുത്തഹമൂൻ, ഹൈസു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കണക്ഷന് വേണ്ടി കൊണ്ടുവരുന്നതാണ്. ഇംഗ്ലീഷിൽ ഇപ്പൊ അതിന് വേറാസ് എന്നൊക്കെ പറയാം. അങ്ങനെ ഉഹീലൽ മുത്തഹമൂൻ, ഈ അക്യൂസ്ഡ് ആയ ആളുകളെ റഫർ ചെയ്തു, അവരെ മാറ്റി, അവരെ നീക്കി. വൽ മവാദുൽ മുഖദ്ദറ, ഡ്രഗ്സും അല്ലത്തി അവരുടെ അടുത്ത് കണ്ടെത്തിയ തമ്മലബ്തുഹ അതിനെ കണ്ടെത്തി ബി ഹൗസത്തിഹിം അവരുടെ പൊസഷനിൽ, അവരുടെ അടുത്ത് നിന്നും കണ്ടെത്തിയ മവാദുൽ മുഖദ്ദറ ഡ്രഗ്സും അതുപോലെ തന്നെ അക്യൂസ്ഡായ ആളുകളെയും മാറ്റി അതിനെ റഫർ ചെയ്തു ഇലൽ ജിഹാത്തുൽ മുഖ്തസ, കൺസേൺഡ് അതോറിറ്റിയിലേക്ക്. അൽ ജിഹാത്തുൽ മുഖ്തസ പറഞ്ഞാൽ കൺസേൺഡ് അതോറിറ്റി. ഇവിടെ മുത്തഹമൂൻ എന്ന് പറഞ്ഞാല് അക്യൂസ്ഡ് ആളുകള്, കുറ്റാരോപിതർ എന്നർത്ഥം. നമ്മൾ തുഹ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അറബി ഭാഷയിൽ തുഹ്മ എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി ഭാഷയിലൊക്കെ തെറ്റിദ്ധാരണ എന്നൊക്കെ പറയും. ഇപ്പോ ഗൾഫിലൊക്കെ ഈ അറബി നാടുകളിലൊക്കെ തുഹ്മ എന്നാണ് കേസുകൾക്ക് പറയാറ്. തുഹ്മത്ത്. മുത്തഹം എന്ന് പറഞ്ഞാൽ അക്യൂസ്ഡ്, ഏത് കുറ്റാരോപിതൻ അല്ലെങ്കിൽ അക്യൂസ്ഡ്. മുത്തഹം. തുഹ്മത്ത് എന്ന് പറഞ്ഞാൽ കേസ്. ആ കേസ് തുഹ്മത്തായി തന്നെ അതായത് അത് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല, അത് കോടതിയിലേക്ക് പോയി അതിന്റെ വിധിയും ഒക്കെ വന്നതിന് ശേഷമാണ് അത് ഖളിയ എന്ന പേരിൽ വരല്. ഖളിയ കേസ്. അതിന് മുമ്പ് മാത്രമാണ്, കുറ്റാരോപിതർ മാത്രമാണ്, കുറ്റമല്ല. കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോ ഇവിടെ അങ്ങനെ തന്നെ ഉപയോഗിക്കൊള്ളും, മുത്തഹമുൻ എന്നെ ഉപയോഗിക്കൊള്ളും, കുറ്റാരോപിതർ. വൽ മവാദുൽ മുഖദ്ദറ അല്ലത്തി തമ്മ ലബ്തുഹാ ബിഹൗസതിഹിം, അവരെ അടുത്ത് നിന്നും അവരുടെ ഹൗസത്ത് അവരുടെ പൊസഷനിൽ നിന്നും കണ്ടെത്തിയ മുഖദ്ദറാത്തും ഡ്രഗ്സും അവരെയും മാറ്റി ഇലൽ ജിഹാത്തുൽ മുഖ്തസ, കൺസേൺഡ് അതോറിറ്റിയിലേക്ക് മാറ്റി. ഇക്മാലിൽ ഇജ്റാഅത്തിൻ നിലാമിയ, അത് പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടി. ഇക്മാലിൽ ഇജ്റാഅത്ത് നിലാമിയ, റെഗുലർ പ്രൊസീജിയേഴ്സ്, നിലാമിയ റെഗുലർ അല്ലെങ്കിൽ നിയമപരമായ പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടി അവരെ അങ്ങോട്ട് മാറ്റി. وأكد المتحدث الرسمي لحرس الحدود ബോർഡർ സെക്യൂരിറ്റിയുടെ സ്പോക്സ്മാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഊന്നി പറഞ്ഞു, അന്ന റിജാല ഹർസൽ ഹുദൂദ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആളുകള് ലൻ യതഹാവനു, അവര് ഒരിക്കലും അവഗണന വരുത്തൂല ഫീ തംഫീദി മുഹാമ്മിഹിം, അവരുടെ ടാസ്കുകൾ, അവരുടെ ജോലികൾ പൂർത്തിയാക്കുന്ന വിഷയത്തിൽ, അവരുടെ ജോലികൾ എക്സിക്യൂട്ട് ചെയ്യുന്ന, അത് നടപ്പാക്കുന്ന വിഷയത്തിൽ, അവരുടെ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന വിഷയത്തിൽ ഒരിക്കലും അവഗണന, ഒരു നെഗ്ലിജൻസ് കാണിക്കൂല, അവര് ഒരിക്കലും അവഗണന കാണിക്കൂല എന്ന് ഹർസുൽ ഹുദൂദിന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആളുകളുടെ ഔദ്യോഗിക വക്താവ്, അൽ മുതഹദ്ദിസു റസ്മി എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക വക്താവ്, ഇംഗ്ലീഷിൽ ഒഫീഷ്യൽ സ്പോക്സ്മാൻ, അദ്ദേഹം ഊന്നി പറഞ്ഞു. അദ്ദേഹം